എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കടുത്തുള്ള ഗ്രീൻ അഗ്രോ ഫാമിലാണ്. നമ്മൾ ഇവിടുത്തെ വീട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇന്ന് ഞാൻ കുറച്ച് നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ്. അത് കാരണം നമുക്ക് വിശ്വാസത്തോട് കൂടി തന്നെ ഇവിടുന്ന് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഫാമിൻ്റെ ഓണർ ബാപ്പോക്കൻ എന്ന് പരിചയപ്പെടാം. ഗ്രീൻ അഗ്രോ ഫാം ഇത് രണ്ടത്താണിയിലാണ്. രണ്ടത്താണി എന്ന് വെച്ചാൽ കോട്ടക്കൽ പുത്തനത്താണിൻ്റെ അടിയിലുള്ള സ്ഥലമാണ് രണ്ടത്താണി. നാഷണൽ ഹൈവേയിൽ നിന്ന് രണ്ടത്താണിക്ക് അടുത്തുള്ള അണ്ടർപാസിലൂടെ അങ്ങോട്ട് കിടക്കുന്ന കുറുകത്താണി വാര്യത്ത് റോട്ടുമ്മൽ മൃഗാശുപത്രി ഉണ്ട്. കൽപ്പഞ്ചേരി പഞ്ചായത്തിന് മൃഗാശുപത്രി, അതിൻ്റെ തൊട്ടടുത്താണ് ഗ്രീൻ അഗ്രോ ഫാം. പെട്ടെന്ന് വരാൻ കഴിയുന്ന സ്ഥലമാണ്. ഇത് നമ്മൾ പൊന്നൂസ് വീഡിയോയിൽ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി പറഞ്ഞാൽ ഇനിയിപ്പോൾ മാവുകളൊരു കാലപ്പോൾ വരുന്നത്. അപ്പം ഇഷ്ടം ഈ മാവുകളൊക്കെ ഇപ്പോൾ ഈ വർഷം കായ്ക്കും. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാം കായ്ച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ തന്നെ അത് ആദ്യം കായ്ച്ച മാവുകളാണ്. ഇതുപോലെ കണ്ടില്ല നിങ്ങൾ പൂവുണ്ട്, കണ്ണിമാങ്ങ അല്ല വലിയ മാങ്ങയില്ലേ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ മാങ്ങളൊക്കെ. കണ്ടോ, ഇത് കോട്ടൂർക്കോണം മാവ് കേട്ടോ, കോട്ടൂർക്കോണാണ്. ഇത് ചിന്ന രസാലു എന്ന് പറഞ്ഞ മാവാണ്. ഇത് മാവസന്ത ഉണ്ട്. അങ്ങനെ ഓരോരോ പേരുള്ള വ്യത്യസ്ത മാവുകൾ ഇതൊക്കെ കായ്ക്കണം. ഞാൻ അവിടെ അതാ വലിയ വലിയ മാവുകൾ നമുക്ക് കുറെ മാവിൻ്റെ ഒരുപാട് കാണിക്കാം. ഇത് റമ്മിലൊക്കെ സെറ്റ് ചെയ്ത നീലമാവ് മറ്റുള്ള അങ്ങനെയുള്ളൊക്കെ മാവുകൾ കേട്ടോ. ഇനി ഇവിടെ നിറയെ വലിയ മാവ് ഉണ്ടോ, വലിയ റമ്മിൽ ഇതൊക്കെ നിറയെ പൂക്കാൻ പോവാട്ടോ. ഇതിലൊക്കെ പൂ വന്നിട്ടുണ്ട് നിറയെ. ഇനി അത് കുറഞ്ഞ ദിവസം കൊണ്ട് നിറയെ മാങ്ങാവാൻ പോവാണ്. ഇതൊക്കെ ഏതാണ്? ഇത് മാവ് ഏതാണ്? ഇത് കോട്ടൂർക്കോണ കേട്ടോ. ഒരാള് ഓർഡർ പ്രകാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതുമാതിരി ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കി വലിയ വലിയ മാവുകൾ. വലിയ മാവ് അല്ലേ? ഇതേതാ? ഇത് കൈപ്പെട്ട കോട്ടൂർക്കോണപ്പെട്ടാണ്. കോട്ടൂർക്കോണം തന്നെ. ഇതൊക്കെ നിറയെ മാങ്ങാവാൻ പോവാണ്. ഇതാ കണ്ടോ, ഈ ചെറിയൊരു തൈമ നോക്കി പൂ ഇഷ്ടം പോലെ പൂത്ത് കണ്ടോ. ഇതൊക്കെ ഒരാഴ്ചക്ക് ശേഷം കാണുമ്പോൾ നിറയെ മാങ്ങ തൂങ്ങുന്നതായിരിക്കും. ഇതൊക്കെ നാണ്ടോക്കുമൈ മാവാട്ടോ. നല്ല ഉഷാറായിട്ട് ബുഷിൽ വരുന്ന കൊണ്ടുപോകണ്ടില്ലേ നാണ്ടോക്കുമൈ. റമ്മ കൊടുക്കാൻ അതിനാണ് കൊണ്ടുപോയി വെച്ചാൽ വേണ്ട, അതിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചത്. ഈ നാംഡോക്കൊക്കെ പെട്ടെന്ന് കായ്ക്കില്ല ഇതൊക്കെ? ഇതൊക്കെ ഒരു വർഷം കൊണ്ട് കായ്ക്കും. മൂപ്പായല്ലോ. നല്ല ബുഷായിട്ടുള്ള ചെടി തന്നെ അതൊക്കെ അല്ലേ? നല്ല മരം തന്നെയാണ് കാണുന്നതൊക്കെ. നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ളത്. ഫ്ലവറിന്റെ ടൈമല്ലേ വരാൻ പോകുന്നത്. ഞങ്ങളെ ലോഡ് ഫ്ലവർ വരികയാണ്. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണിക്കാം. ഭയങ്കര സാറില്ല ഒരു ലോഡ് ഫ്ലവറാ വരുന്നത്. ഓക്കെ, ഇതൊക്കെ വലിയ മാവുകൾ കേട്ടോ. ഇനി ഇവിടുന്നാണ്ട് എല്ലാ മാവുകളും പൂക്കുന്ന ഒരു ടൈമാണ്. കണ്ടില്ലേ, ഇതിപ്പോ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിറയെ മാങ്ങ നിൽക്കുന്നത് കാണാം. ഇവിടെ കാണിച്ചു കൊടുത്തേക്കാണ്. ഇതൊന്ന് നമ്മളെ സുവർണരേഖ മാവ് കണ്ടില്ലേ? ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് എന്തായാലും കായ വരും അല്ലേ? നിറയെ വരും. ഇതൊക്കെ കായ വരികയാണ്, പൂ വരികയാണ്. ഓക്കെ, വെയിൽ വേണം മാവിന്. മെയിൻ ആയിട്ട് എന്ത് വേണം? വെയിൽ വേണം. വെയിലുണ്ടെങ്കിലേ മാവ് വാങ്ങാവൂ. നമ്മൾ ഈ കാണിക്കുന്നത് ഇതാ, ഇത് മലേഷ്യൻ മൽബറി കേട്ടോ. മലേഷ്യനാന്ന പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിറയെ മുകളിലൊക്കെ കായകൾ ഉണ്ടല്ലേ? ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാ, ഇതൊക്കെ കായ വരും. നിങ്ങളുടെ എത്ര വലിപ്പം ഉണ്ടാവും? അങ്ങനെ വലുതായി വരും. ഒരു 4 എണ്ണം ഒരു ഇവിടെ ഒക്കെ ഇതേമാതിരി കായ് വരും. കൊല ഇതൊക്കെ ഇപ്പൊ വരികയാണ്. കുറേ വലിപ്പം വരും. ഇവിടെ കണ്ടില്ലേ? ഓക്കെ, ഇതിങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഇതിന്റെ ഒക്കെ വലിപ്പം വരും. അത്യാവശ്യം നല്ല നീളം വരും അല്ലേ? ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തൈ തന്നെയാണ് ഇത്. ഇത് മദർ പ്ലാന്റ്. ഇപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഈ മരം ഒക്കെ കൊടുക്കും നമ്മൾ കേട്ടോ. അതിന്റെ ഇതിലൊക്കെ കായ ഉണ്ടല്ലേ? ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആയുള്ളതിന് ഉണ്ടല്ലേ? ഇതൊക്കെ ആയിപ്പെട്ട അതാണ് തൈകൾ. ഇതൊക്കെ ഉണ്ടല്ലേ? ഇതിലൊക്കെ കായുണ്ട്. ഓക്കെ, നമുക്കിപ്പോ വലുത് ചോദിച്ചാലും കൊടുക്കാം. വലുത് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ വലുതാകുമ്പോ അതിനുള്ളൊരു വില ഉണ്ടാവും. ഓക്കെ, മൽബറിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. 2-3 ഐറ്റം ഉണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറഞ്ഞതുണ്ട്, അതുമാതിരി എന്താ പറയാ മലേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാ നാടൻ ഉണ്ട്. അത് വിലയില്ല കേട്ടോ. 100 രൂപക്കൊക്കെ നമ്മള് നല്ല കായുള്ള തൈ കൊടുക്കണം. ചെറിയ തൈകൾ കൊടുക്കും. അത് നാടൻ. ഞാൻ ഈ കാണിക്കുന്നത് അബ്യൂന്റെ ഒരു മരം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ബുഷായിരിക്കുന്ന അടിപൊളി മരം തന്നെ കാണിക്കുക. ഇതിൽ പൂ വന്നിട്ടുണ്ട്. ഇതാ ഇതിന്റെ ഫ്ലവർ ആണ് ഈ കാണുന്നത്. ഇനി അത് മാത്രല്ല, ഇതിൽ കായ വന്നത് ഞാൻ കാണിച്ചില്ല. കായ വന്നു വെച്ചാൽ അടിപൊളി കായ. ഇത് കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അടിപൊളി കായ വന്നിരിക്കും. ഇതിൽ ഒരുപാട് ഉണ്ടായിരുന്നു, ചെറിയ കായകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഒരു പീസ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ അബ്യൂവിന്റെ മരങ്ങളൊക്കെ നമ്മൾ ഈ ഫാമിൽ അവൈലബിൾ ആണ്. ചെറിയ വിലക്കുള്ളതൊക്കെ അവൈലബിൾ ആണ്. അത് കൊണ്ട് വെച്ചാലും നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിച്ച് വലുതാക്കി എടുത്ത് ബുഷാക്കിയിട്ട് കായ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്നത്. അബ്യൂ ആട്ടോ. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴം തന്നെയാണ്. അബ്യൂ നമുക്ക് സാധാരണ ഇങ്ങനെ എടുത്ത് കഴിക്കാനും അതുപോലെ ജ്യൂസ് അടിക്കാനൊക്കെ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ അബ്യൂ എന്ന് പറയുന്ന സാധനം.
ഞാനൊക്കെ അത് കഴിച്ചിട്ടുള്ളതാണ്, അതിന്റെ ഒരു അനുഭവം കൊണ്ടാണ് പറയുന്നത്. സൂപ്പർ ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതുപോലത്തെ ചെറിയ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാമിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ആർക്കും വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഇവിടെ സൗകര്യമുണ്ട്. നമ്മൾ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഈ ചെറിയ റമ്മിൽ കണ്ടില്ലേ, ഇപ്പം ഭൂമി പരിമിതിയൊക്കെ ഉള്ളവർക്ക് ഇത് എല്ലാ സാധനങ്ങളും റമ്മിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ പേരൊക്കെ കായ്ച്ചു നിൽക്കുന്ന പേരകൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ റമ്മ്, ചെറിയ വിലക്കാട്ടോ. അതുപോലെ ഇതൊക്കെ വ്യത്യസ്ത പേരകളാണ്. ഒന്ന് അർക്കാഗിരിനുണ്ട്, ഒന്ന് എന്താ പറയുക ജപ്പാൻ പേരുണ്ട്, ഒരുപാട് ഐറ്റം. കിലോ പേരാണത്. ഇവിടുത്തെ ഓറഞ്ചൊക്കെ ഇത് കായ്ച്ചു നിൽക്കുന്ന നാരങ്ങകൾ ഇതൊക്കെ റമ്മിൽ വെച്ച് ഇതായിരുന്നു. അതുപോലെ പുഷമ്പായ എന്ന് പറഞ്ഞ സീറ്റമ്പായാണ്, ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഈ ചെറിയ റമ്മിലാണ് വെച്ചിട്ടുള്ളത്. ആർക്കും എവിടെയും കൊണ്ടുപോയി വെക്കാനുള്ള ഭൂമി പരിമിതി ഉള്ളവർക്കൊക്കെ മുറ്റത്തോ ദർശിൻ്റെ വാർപ്പിൻ്റെ മീതെ ഒക്കെ വെക്കാം. അപ്പോൾ ഇത് മറ്റേ നമ്മളെ സ്റ്റാർ ഫ്രൂട്ടാണ് കായ്ച്ചു നിൽക്കുന്നത്, നിറയെ കൊലകുത്തി കായ്ച്ചു നിൽക്കുന്നത്, വലിയതും ചെറുതും ഇഷ്ടം പോലെ സീറ്റാണ് കേട്ടോ. ചെറിയ ചെറിയ വിലക്കാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ കവുങ്ങൻ തൈകളാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ കവുങ്ങൻ തൈകൾ നമ്മളെ ഈ ഫാമിലുണ്ട്, കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര രൂപക്ക് വെച്ച് കൊടുക്കാതെ? ഇത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് 30-40 രൂപയായിട്ടാണ്. ഇതൊക്കെ ഈ വർഷത്തെ തൈയല്ല, കഴിഞ്ഞ വർഷത്തെ തൈയാണ്. ഇതിന്റെ വലിയ തൈകൾ 60 രൂപക്കും 80 രൂപക്കും 100 രൂപ വരെ ഞങ്ങളൊക്കെ തൈ ഉണ്ട്. 2 വർഷമായ തൈയൊക്കെ നമ്മൾ കൊടുക്കുന്നത് 100 രൂപക്കാണ്. പിന്നെ അതുപോലെ എല്ലാ ഏത് കഴിഞ്ഞു വേണമെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇൻഡസ്ട്രി മംഗള, മോണിത്തിനഗർ, അതുപോലെ സൈഗണ്, കാസർഗോഡൻ കുള്ളൻ, അങ്ങനെയാണ് തുടങ്ങി ഒരുപാട് പേരിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഈ നഴ്സറിയിലുണ്ട്. ഇത് ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള ഇവരെ പോലെ ഞങ്ങൾ തന്നെ ഇത് മംഗലാപുരത്തിന് ഒന്നിച്ച് അടക്ക കൊടുന്ന് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അടക്ക വിത്ത് കൊടുത്തിട്ട് ഞങ്ങൾ പറമ്പിൽ മുളപ്പിച്ചിട്ട് കീസിലേക്ക് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേ സമയം നമ്മൾ പറയുന്ന കവുങ്ങ് അതന്നെ ആയിരിക്കും. ഇത് ഏത് കവുങ്ങും മിനിമം 4ാമത്തെ വർഷമേ റെഡി ആവുള്ളൂ. 3ാം വർഷത്തിലൊക്കെ ചിലതൊക്കെ കൊല വരുമെങ്കിലും ഇതിനൊക്കെ മെയിൻ തന്നെയാണ്. അത്യാവശ്യം വെയിലും വേണം, നോക്കും വേണം. എന്ന് വെച്ചാൽ വളമക്കെട്ട് നോക്കണം. 2 വർഷമായതല്ലോ അപ്പൊ ഇത് 2ാം വർഷമായത്. ഇനി 2 വർഷം കൊണ്ട് റിസൾട്ട് വരില്ലേ? ഇനി 2 വർഷം കൊണ്ട് ഇതൊക്കെ റിസൾട്ട്. ഓക്കെ. ഈ അബിയൊക്കെ എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താ ഇതിപ്പോ 200 രൂപ. വലിയ തയ്യൊക്കെ ഇതൊക്കെ 200 രൂപ വിലയുള്ളൂ. മൂവാണ്ടൻ മാവ് പൂത്തതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോ താമസിയാതെ തന്നെ ഇതിൽ കായ വരാൻ സാധ്യതയുള്ള കായല്ലതൊക്കെ അടിപൊളി കായുണ്ട്. കായത നിക്കുന്ന കായോട് കൂടിയതും ഉണ്ട് കേട്ടോ. ഇതാ കായ്ച്ചു നിൽക്കുന്ന മൂവാണ്ടൻ മാവാണ് ഈ കാണുന്നത്. ബാപ്പോക്ക, നമുക്ക് ഈ മാവൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ? ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന ഇത് നമ്മൾ നോക്കണം. ഇതിപ്പോ ഇത്രയും വലിയൊരു മൂവാണ്ടൻ മാവല്ലേ, ഇത് നമ്മൾ 3000 രൂപ ഒക്കെയാണ് വില. ഇതിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ. ഇത് ഇങ്ങനെ കണ്ടില്ലേ, കായ നിറയെ കായ, ഇത് നിറയെ ഇതൊക്കെ ഒരു മാവില്ല. പൂവ് കണ്ടില്ലേ, അടിപൊളി പൂവ്, മാവോട് കൂടിയ മാങ്ങോട് കൂടിയതല്ലേ. അതെ. ഈ വലിയ തൈയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വെഡ് തൈകളാണ്. മൂവാണ്ടന്റെ സാധാ തൈ ഉണ്ട് ഇവിടെ നമ്മളൊക്കെ. അത് നമ്മൾ കൊടുക്കുന്നത് 300 രൂപക്കാണ്. ഇത് ബഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വലിയ വലിയ മാവുകൾ കണ്ടില്ലേ. ഇനിയിപ്പം ചെറിയ മാവ് കണ്ടവർക്ക് ചെറിയ മാവ് കണ്ടില്ലേ, പൂത്ത് എന്ത് രസകരമായി പൂത്ത് നിൽക്കുന്നത്. ഇതിലൊക്കെ മാങ്ങ ഉണ്ടാവും. ഇതൊക്കെ ഇതിങ്ങനെ മാങ്ങാൻ നല്ല പിടിക്കുന്ന ഒരു തരം മാവാണ്. തിരുവനന്തപുരത്തേരം മാവ് എന്ന് പറഞ്ഞാൽ കോട്ടൂർക്കോണം എന്ന് പറഞ്ഞ മാവാണ്. ഇതൊക്കെ ചെറിയ വിലക്ക് 500 രൂപ 400 രൂപ എന്നീ റേറ്റില്ല ഈ പൂവോടും കായോടും കൂടിയ മാവുകളൊക്കെ കൊടുക്കുന്നു. ഓക്കെ. ഇത് ഇഷ്ടം പോലെ ഏത് വലിപ്പം വേണമെങ്കിലും എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എല്ലാം ഫ്ലവർ ആണല്ലോ. മാവിന് തൈകൾ നമുക്ക് എത്ര രൂപ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? 200 രൂപ മുതൽ ഞങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. 200 രൂപ തൊട്ടിട്ട്. പക്ഷെ വലിയ വലിയ മാവിനും ചില വ്യത്യസ്ത പേരുള്ള മാവിനൊക്കെ വില ഉണ്ട് കേട്ടോ. അല്ല, ഈ 200 രൂപയുടെ മാവ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ മാവ് അതിപ്പോൾ പൂവുള്ളത് തന്നെ ചിലപ്പോൾ ഉണ്ടാവും 200-ലും. അത് ബെഡ് മരങ്ങളല്ലേ. ഇപ്പൊ 200 രൂപയിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 1 വർഷം കൊണ്ടൊക്കെ ആവും. ഇപ്പൊ തന്നെ പൂവുള്ളത് വരെ ഉണ്ട്. ഓക്കെ, കണ്ടോ, ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള മാവും തൈകളാണ് നമ്മൾ കാണിക്കുന്നത്.